ആരും ആഗ്രഹിക്കാത്തതും എന്നാലും മിക്ക ആൾക്കാർക്ക് ഉള്ളതും പക്ഷെ അവർക്കിത് അറിയാത്തതുമായ ഒന്നിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. പാരസൈറ്റ്സ്. എന്താണ് പാരസൈറ്റ്സ്? നിങ്ങളുടെ ശരീരത്തിൽ ജീവിക്കുകയും നിങ്ങളുടെ ന്യൂട്രിയൻസ് ഭക്ഷിക്കുകയും ടോക്സിക് വേസ്റ്റ് പുറത്തു വിടുകയും ചെയ്യുന്ന ചെറിയ ഓർഗാനിസംസ് ആണ് പാരസൈറ്റ്സ്. ഇവരെങ്ങനെയാണ് ശരീരത്തിൽ കയറുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. വേവിക്കാത്ത ഭക്ഷണം, ഡർട്ടി വാട്ടർ, പെറ്റ്സ് എക്സെട്ര, അല്ലെങ്കിൽ ചെരുപ്പില്ലാതെ നടക്കുമ്പോൾ പോലും ഇവർ നമ്മുടെ ശരീരത്തിൽ കയറാൻ സാധ്യതയുണ്ട്. ഇവർ രഹസ്യമായി കയറിക്കൂടി ക്യാമ്പുകൾ ഉണ്ടാക്കും നമ്മുടെ ദേഹത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ഗട്ട് ഹെൽത്ത് വീക്ക് ആണെങ്കിൽ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, പക്ഷെ എനിക്കൊരു ഇമ്മ്യൂൺ സിസ്റ്റം ഇല്ലേ? ഉണ്ട്, അത് വളരെ പവർഫുള്ളുമാണ്. പക്ഷെ പാരസൈറ്റ്സ് എന്ന് പറഞ്ഞ ഈ ജീവികൾ വളരെ ക്ലെവറാണ്. അവരിൽ പലതും സ്പെഷ്യൽ പ്രോട്ടീൻസ് കൊണ്ട് ശരീരത്തിനെ പൊതിയും. അതായത് അവരുടെ ശരീരം ഒരു ഡിസ്കൈസ് ഒക്കെ പോലെ. അപ്പോൾ നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അവരെ കാണാൻ കഴിയില്ല. ഇതിനെയാണ് നമ്മൾ ഇമ്മ്യൂൺ ഇവേഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ബോഡിയുടെ സോൾജേഴ്സ് ഫൈറ്റ് ചെയ്യാൻ റെഡിയാണ്, പക്ഷെ എനിമി ഇൻവിസിബിൾ ആണ്. ചില പാരസൈറ്റ്സ് ഇമ്മ്യൂൺ റെസ്പോൺസിനെ സപ്രസ് ചെയ്യാൻ വരെ കഴിയും. അതോടെ ഒരു പ്രശ്നമുണ്ടെന്ന് ബോഡി സിഗ്നൽ ചെയ്യണത് നിർത്തും. അതുകൊണ്ട് വർഷങ്ങളായി ഇവരെ ശരീരത്തിൽ ആളറിയാതെ കൊണ്ടു നടക്കും. ഇത് നമുക്കിപ്പോൾ തിരിച്ചറിയാൻ കഴിയും. ചിലപ്പോൾ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ടയേർഡായിരിക്കും, അല്ലെങ്കിൽ ഏത് നേരവും മൂടിയായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ ഡൈജഷൻ പ്രോസസ്സ് മോശമായിരിക്കാം. ഇതിനെ തകർക്കാനും കംപ്ലീറ്റ്ലി നമ്മളുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ കഴിയുന്ന ഒരു മഷ്റൂമാണ് ഗാനോഡെർമ ലുസിഡിയം. ഗാനോഡെർമ ഒരു മെഡിസിനൽ മഷ്റൂമാണ്. ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ചില ഘടകങ്ങൾ പാരസൈറ്റ്സിനെ നശിപ്പിക്കാൻ നമ്മുടെ ബോഡിയെ സഹായിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ, പോളിസാക്കറൈഡ്സ് ഇമ്മ്യൂൺ ഇന്റലിജൻസിനെ സ്ട്രെങ്തൻ ചെയ്യും. ബോഡിക്ക് എന്താണ് പാടില്ലാത്തതെന്ന് സ്പോട്ട് ചെയ്ത് സഹായിക്കും. ബീറ്റാ ഗ്ലൂക്കൻസ് മൈക്രോഫേജസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കും. മൈക്രോഫേജസ് ഇൻവേഡേഴ്സിനെ കണ്ടുപിടിച്ച് ഹണ്ട് ചെയ്യുകയും ഫുള്ളി ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്യുന്ന സെൽസ് ആണ്. ട്രൈറ്റർപെൻസ് നാച്ചുറൽ ആന്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ഡീടോക്സ് ഏജൻസ് ആണ്. ഇതുകൊണ്ട് എന്താണ് അർത്ഥം? പാരസൈറ്റ്സിന്റെ ക്യാമഫ്ലാജ് മറികടക്കാൻ ഗാനോഡെർമ നിങ്ങളെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സഹായിക്കും. ഇത് നിങ്ങളുടെ ബോഡിയുടെ സർവൈലൻസ് സിസ്റ്റത്തിനെ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് തുല്യമാണ്. ലിവർ, കിഡ്നീസ് പോലുള്ള ഡീടോക്സ് ഓർഗൻസിനെ ഇത് സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് പാരസൈറ്റ്സ് മരിക്കുമ്പോൾ ബോഡിക്ക് ഇവരെ വേഗത്തിൽ ഫ്ലഷ് ഔട്ട് ചെയ്യാൻ കഴിയും. ഇത് നിങ്ങളുടെ ബോഡിയെ കൂടുതൽ ആൽക്കലൈൻ ആക്കും. ഇത് പാരസൈറ്റ്സ് വെറുക്കുന്ന ഒരു എൻവയൺമെന്റ് ആണ്, ആൽക്കലൈൻ എൻവയൺമെന്റ്. ഗാനോഡെർമ നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഫൈറ്റ് ചെയ്യുക മാത്രമല്ല, പക്ഷെ വിജയിക്കാനും സഹായിക്കും. കാരണം ഹീലിംഗ് എന്ന് പറഞ്ഞാൽ പാരസൈറ്റ്സിനെ കൊല്ലുക എന്ന് മാത്രമല്ല, അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഒരു എൻവയൺമെന്റ് ബോഡിയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. സ്ട്രോങ് ഗട്ട്, സ്മാർട്ട് ഇമ്മ്യൂൺ സിസ്റ്റം. ഇനി ഫ്രീ ലോഡേഴ്സ് ഇല്ല. ഗാനോഡെർമ സിംറ്റംസ് മാത്രമല്ല ഒഴിവാക്കുന്നത്, ഇത് നിങ്ങളുടെ ബോഡിയെ സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ ട്രെയിൻ ചെയ്യിപ്പിക്കും.